ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഈ ഒരു വർക്ക് എന്നൊരു സാരിയിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇത് ചുരിദാറിലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ്. ഇത് ഒരു റോ കോട്ടൺ മെറ്റീരിയലാണ്. ഇതുപോലെ പലതരത്തിലുള്ള സിൽക്ക്, ജൂട്ട്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരു സാരിക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് മിനിമം 5.5 മീറ്റർ തുണിയെങ്കിലും വേണം. പിന്നെ നമുക്ക് അതിന് ബ്ലൗസ് വേണമെങ്കിൽ 1 മീറ്ററോ അല്ലെങ്കിൽ 1.5 മീറ്ററോ, അത് നമ്മുടെ ബ്ലൗസിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്തിലെ ഫ്രെയിം എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഫ്രെയിം ഇതിൽ ഫിക്സ് ചെയ്യണം, എന്നാലേ നമുക്ക് ആ വർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരല്പം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വർക്ക് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ അവിടെ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യണ നേരത്ത്, പൈപ്പിംഗ് ചെയ്യുന്ന നേരത്തും അത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മാർക്കിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുത് വലുതുമായിട്ട് നമുക്ക് ചെയ്യാം. ഒരു ലീഫിൻ്റെ സൈഡിൽ ഒരു ഫ്ലവർ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും പ്രത്യേകിച്ച് വൈറ്റ് ക്ലോത്തിൽ ഇതുപോലെയുള്ള മാർക്കർ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതെല്ലാം ക്ലോത്തിൽ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ട്രേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഇതുപോലെയുള്ള കട്ട് ബീഡ്സ് വെച്ച് ഈ ഒരു വർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ബീഡ്, അതിനുശേഷം ഒരല്പം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത ഒരു ബീഡ്, അങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ വർക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ലീഫ് അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിത് എല്ലാ ബീഡ്സും കൂടി ഒരുമിച്ച് കോർത്തെടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പിലേക്കാക്കി തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോരോ ബീഡ്സ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് തുന്നി പിടിപ്പിച്ചാലും മതി. ഇനി നമുക്ക് ഈ ഒരു പേൾ കോട്ടൺ ത്രെഡ് വെച്ച് ഈ ഒരു വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡോ അല്ലെങ്കിൽ മെഷീൻ എംബ്രോയിഡറി ത്രെഡോ, ഏത് ത്രെഡ് വെച്ചും ഈ ഒരു വർക്ക് ചെയ്യാം. ഇത് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൽ സൂചിയിൽ ഒരു 2 തവണയാണ് നൂല് ചുറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു 3 തവണ വേണമെങ്കിലും ചുറ്റി നല്ല തിക്കായിട്ട് തന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ നോക്കുക.
പിന്നെ ഒരു ബഡിൻ്റെ ഷേപ്പിലാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. മാക്സിമം എത്ര തിക്കിൽ ചെയ്യുന്നുവോ അതിനനുസരിച്ച് അത് കാണാനും കൂടുതൽ ഭംഗിയായിരിക്കും. ഇതിൽ ഒരു 2 കളേഴ്സാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. നമുക്ക് നല്ലൊരു അടിപൊളി സാരി ഡിസൈൻ ചെയ്യാൻ ഈ ഒരു വർക്ക് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വർക്ക് അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന്